ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എത്ര കൊല്ലം പറഞ്ഞു കിടന്നു ഗരീബി ഹഠാവോ, ഗരീബി ഹഠാവോ? നിങ്ങൾ അത് പറഞ്ഞ് എത്ര സർക്കാരുകൾ ഉപയോഗിച്ചു? നിങ്ങളെ രാജ്യത്ത് പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി, ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? നിങ്ങൾ ഒരു ചുക്കും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങളെ പട്ടിണിയിൽ നിന്നും പട്ടിണിയിലേക്ക് തള്ളിവിട്ടു, അവരെ കൂടുതൽ ദരിദ്രരാക്കി മാറ്റി. നിങ്ങളുടെ കാലത്താണ് ഈ രാജ്യത്ത് കോർപ്പറേറ്റുകൾ വലിയ തോതിൽ ധനാഢ്യരായി മാറിയത്. ഈ രാജ്യത്തെ ബാങ്ക് ലോണുകൾ മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് ഒരു രേഖയുമില്ലാതെ വാരിക്കോരി കൊടുത്തത് നിങ്ങളുടെ കാലത്താണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ രാജ്യത്തെ പൊതുമുതൽ കൊള്ള ചെയ്ത് കൊണ്ടുപോയവരുടെ കയ്യിൽ നിന്നും ആ പണമെല്ലാം തിരിച്ചു പിടിക്കാൻ തുടങ്ങിയത്. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത്, ചെലവാക്കാൻ തുടങ്ങിയത്, അവർക്ക് വീടുകൾ കിട്ടിയത്, അവർക്ക് ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം ഈ രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങളിലേക്ക് കുടിവെള്ളം ആദ്യമായി കിട്ടിയത്, അവർക്ക് ആദ്യമായി ടോയ്ലറ്റ് കിട്ടിയത്, അവർക്ക് ആദ്യമായി ബാങ്ക് അക്കൗണ്ട് കിട്ടിയത്, അവർക്ക് ആദ്യമായി ഇൻഷുറൻസ് കിട്ടിയത്. ഈ നോക്കൂ, അടുത്ത ചെയ്യാൻ പോകുന്നത് എന്താ? 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി എല്ലാവർക്കും കൊടുക്കാൻ പോവുകയാണ്. 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും കിട്ടാൻ പോവുക. അതിന്റെ ഗുണം എന്താ? ഈ രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾ, പല ആളുകൾക്കും നോക്കാൻ ആരുമില്ലാത്തവർ, തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്ത പല ആളുകളുണ്ടാവും. ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ കഴിവില്ലാത്തവരുണ്ടാവും. അവർക്ക് മുഴുവൻ ചികിത്സാ സൗകര്യം കിട്ടാൻ പോകുന്നു. മറ്റൊരു കാര്യം എന്താണ്? ഈ രാജ്യത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, മക്കളായിട്ടുള്ള ആളുകൾ, അധ്വാനിക്കുന്ന ആളുകൾ, അവർ സ്വാഭാവികമായിട്ടും അധ്വാനിച്ച് കിട്ടുന്ന പണം മുഴുവൻ വളരെ പ്രായം ചെന്ന രക്ഷിതാക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരുന്നു. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. സമ്പാദിക്കുന്ന പണം മുഴുവൻ ആശുപത്രിയിൽ അടയ്ക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. അവിടെ നിന്നൊരു മാറ്റം ഈ രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങളിലേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ നരേന്ദ്രമോദി 10 വർഷം ചെയ്തതിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞല്ലോ. സുഹൃത്തെ, 44ലധികം 50ഓളം വന്ദേ ഭാരത് ട്രെയിനുകളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനകം ഈ രാജ്യത്ത് ഓടാൻ തുടങ്ങിയിട്ടുള്ളത്. രാജ്യത്തെ റെയിൽവേ, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എപ്പോഴെങ്കിലും കയറി നോക്കിയിട്ടുണ്ടോ? 2014 മുമ്പ് നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ റണ്ണിംഗ് ടോയ്ലറ്റ് ആയിരുന്നു ഇന്ത്യൻ റെയിൽവേ. നിങ്ങൾക്ക് അതിലൊരു നാണക്കേടും തോന്നിയിട്ടില്ലല്ലോ, നിങ്ങൾക്കൊരു ലജ്ജയും തോന്നിയിട്ടില്ലല്ലോ. 2014 ശേഷം ഇന്ത്യയിലെ എല്ലാ ട്രെയിനുകളിലെ ടോയ്ലറ്റുകളും, അതെല്ലാ ടോയ്ലറ്റുകളും ഇപ്പോൾ ഓപ്പൺ ടോയ്ലറ്റ് അല്ല. അവിടെ എല്ലാം തന്നെ രാജ്യത്തിന്റെ ഈ നാണക്കേടുണ്ടാക്കുന്ന ആ പരിപാടി മാറ്റി ഇപ്പൊ എല്ലാ ടോയ്ലറ്റുകളും മാറ്റിക്കഴിഞ്ഞു. എല്ലാ ട്രെയിനുകളും ഇന്ന് ശുചിയായി ഓടുന്നുണ്ട്, വൃത്തിയായി ഓടുന്നുണ്ട്. ഇതെല്ലാ സാധാരണക്കാരും പറയുന്നല്ലേ. ഇന്ന് റെയിൽവേ സ്റ്റേഷനകത്തേക്ക് പോയി കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് റെയിൽവേ സ്റ്റേഷൻ കിടക്കുന്നു. അവിടെ നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള മുറികൾ നല്ല വൃത്തിയായി കിടക്കുന്നു. നിങ്ങൾ ചുരുങ്ങിയ പക്ഷം കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ നടത്തുന്ന പരിഷ്കരണം നോക്കണ്ടേ? നിങ്ങളുടെ കാലത്ത് സാധാരണക്കാരായ യാത്രക്കാർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ ട്രാക്ക് ചാടി പോകണമായിരുന്നു, അതല്ലെങ്കിൽ ഏന്തി വലിഞ്ഞ് കുട്ടികളെ കയ്യിലെടുത്ത്, ബാഗുകൾ കയ്യിലെടുത്ത് പിന്നെ ഫ്ലൈ ഓവറിന് മുകളിലൂടെ നടന്ന് അപ്പുറത്തേക്ക് പോകണമായിരുന്നു. ഇപ്പം മിക്ക റെയിൽവേ സ്റ്റേഷനുകളും, എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലും ലിഫ്റ്റ് സൗകര്യങ്ങൾ കൊണ്ടുവന്നു, എസ്കലേറ്റർ സൗകര്യം കൊണ്ടുവന്നു. അങ്ങനെ ആധുനിക സൗകര്യങ്ങൾ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനുകളെ വിമാനത്താവളങ്ങൾക്ക് തുല്യമാക്കി മാറ്റി. അത് മാത്രമല്ല, ആധുനികവൽക്കരണം കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം കൂടിയാണ്. നിങ്ങളുടെ കാലത്ത് ആകപ്പാടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്ന റെയിൽവേ ട്രാക്കുകളുടെ ഇലക്ട്രിഫിക്കേഷൻ എത്രയാണ്? ഇന്ന് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. നിങ്ങളുടെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ അധികം കിലോമീറ്റർ റെയിൽവേ ട്രാക്കുകൾ ഞങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഓരോ വർഷവും 5000 കിലോമീറ്റർ വെച്ച് പുതിയ റെയിൽവേ ട്രാക്കുകൾ ഉണ്ടാക്കാൻ പോകുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും കാലം ഉണ്ടാക്കിയതിലും അധികം റെയിൽവേയിലെ ഇലക്ട്രിഫിക്കേഷൻ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും കാലം നിങ്ങൾ നടത്തിയതിലധികം കൂടുതൽ പുതിയ റെയിൽവേ ട്രാക്കുകൾ ഞങ്ങൾ നിർമ്മിച്ചു വരികയാണ്. ഇന്ത്യയിലെ റെയിൽവേ ആധുനികമായി മാറുന്നു. അടുത്ത 5 വർഷക്കാലത്തിനുള്ളിൽ ഇന്ത്യയിലെ 40,000 ബോഗികളെങ്കിലും വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് മാറുകയാണ്. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? ഞങ്ങൾ വന്ദേ ഭാരത് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ആളുകൾക്ക് പുറത്തുപോയി മുദ്രാവാക്യം വിളിക്കാനും മനോഹരമായ വന്ദേ ഭാരത് കോച്ചിന് പുറത്ത് വൃത്തികെട്ട നേതാക്കന്മാരുടെ ഫോട്ടോ ഒട്ടിച്ച് വൃത്തികേടാക്കാനും മാത്രമേ കോൺഗ്രസ്സുകാർക്ക് കഴിയുകയുള്ളൂ. നിങ്ങൾ ഈ നാടിനെ 4 തലമുറകൾ നിങ്ങൾ ഭരിച്ചു. 4 തലമുറകൾ നിങ്ങളുടെ ഗവൺമെന്റുകൾ ഭരിച്ചു. തുടർച്ചയായി നിങ്ങളുടെ സർക്കാരുകൾ അധികാരത്തിൽ വന്നു. നിങ്ങൾ ഈ നാട്ടിൽ എന്ത് മാറ്റം കൊണ്ടുവന്നു? ഈ നാട്ടിലെ ജനങ്ങളെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുകയല്ലാതെ നിങ്ങൾക്കൊരു മാറ്റവും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന അത്ഭുതകരമായ മാറ്റം അറിയണമെങ്കിൽ നിങ്ങൾ സ്റ്റുഡിയോ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കേരളത്തിലെ കാസർഗോഡ് മുതൽ പാറശാല വരെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയപാത ഒന്ന് കണ്ടാൽ മതി. കോൺഗ്രസ്സുകാരൻ അത് മാത്രം ഒന്ന് കണ്ടാൽ മതി. 6 വരി ദേശീയപാത, അമേരിക്കയിലെയും ദുബായിലെയും റോഡുകൾ പോലെ വെട്ടിത്തിളങ്ങുന്ന ദേശീയപാതകൾ ഇതാ നിർമ്മിക്കുന്നു. കേരളത്തിന്റെ മുഖച്ഛായ മാറുന്ന പദ്ധതികൾ കൊണ്ടുവരുന്നു. ഇവിടുത്തെ വാട്ടർ മെട്രോ അടക്കം, ഇവിടുത്തെ കൊച്ചിൻ മെട്രോയുടെ എക്സ്പാൻഷൻ അടക്കമുള്ള മുഴുവൻ പദ്ധതികളും കൊണ്ടുവന്നിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരാണ്. വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് മുഖച്ഛായ മാറ്റിയ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പതിറ്റാണ്ടുകളായി
നോക്കൂ, ഞാൻ ഈ വയനാട്ടിൽ ഇരുന്നിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. വയനാട്ടുകാരുടെ വലിയൊരു വിഷയം എന്താണ്? കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നമ്മുടെ രാജ്യത്ത് വയനാട് ജില്ലയിൽ മാത്രം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 57 ആണ്. 57 പേർ ജീവൻ നഷ്ടപ്പെട്ടു. ഇവിടെ രാഹുൽ ഗാന്ധിയാണ് MP. രാഹുൽ ഗാന്ധി വയനാട്ടിലെ വന്യമൃഗങ്ങളുടെ ശല്യം സംബന്ധിച്ച്, പ്രശ്നം സംബന്ധിച്ച്, മനുഷ്യർ നേരിടുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് പാർലമെന്റിൽ ഒരു വാക്ക് ഉന്നയിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രധാനമന്ത്രിയെ കാണാൻ തയ്യാറായിട്ടുണ്ടോ? വനം വകുപ്പ് മന്ത്രിയെ കാണാൻ തയ്യാറായിട്ടുണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ തയ്യാറായിട്ടുണ്ടോ? ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ മിസ്റ്റർ രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ വയനാട്ടിൽ NDA സ്ഥാനാർത്ഥിയായതിനു ശേഷം BJPയുടെ പ്രകടന പത്രികയിൽ 69ാമത്തെ പേജിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സംസ്ഥാന സർക്കാരുകളുമായി ചേർന്നുകൊണ്ട് വിപുലമായ പദ്ധതി നടപ്പാക്കുമെന്ന് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി തന്നിരിക്കുകയാണ്, മോദിയുടെ ഗ്യാരണ്ടി തന്നിരിക്കുകയാണ്. വയനാട്ടിലെ ജനങ്ങൾ ഇന്ന് ആശ്വാസം കൊള്ളുകയാണ്. ഇത്രയും കാലം നിങ്ങളുടെ MP തിരിഞ്ഞു നോക്കാത്ത, രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കാത്ത വയനാട്ടിലെ ജനങ്ങൾ അതിൽ ആശ്വാസം കൊള്ളുകയാണെന്ന് കൂടി കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.